ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സക്രിയ സ്റ്റീഫൻ. ഞാൻ വരുന്നത് മുണ്ടക്കയത്തു നിന്നാണ്. ഞാൻ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന 23/8/2023. അതിന് കാരണം 2022 ഞാൻ എൻജിനീയറിംഗ് എക്സാം പാസ്സാകാതെ ഫെയിൽഡായിപ്പോയി. എനിക്ക് 14 സപ്ലി ഉണ്ടായിരുന്നു എക്സാമിന്. അതപ്പം ഞാൻ അതൊന്നും കാര്യമാക്കാതെ പിന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര മാനസിക സംഘർഷമുള്ള സമയമായിരുന്നു ആ ടൈം. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ പറഞ്ഞു എന്നോട്, എടാ നീ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്. പക്ഷേ എനിക്ക് അതിനോടും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മറ്റുള്ളവർ പറയുമ്പോൾ കളിയാക്കുമ്പം ഞാൻ പറയും കൃപാസനം വെറും ഫ്രോഡാണ്, കൃപാസനത്തിൽ പേപ്പർ ഒക്കെ ചുമ്മാ വണ്ടിയുടെ അതിനകത്ത് ഇട്ട് വണ്ടി ഓടും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആക്ഷേപങ്ങൾ ന്യൂസിലൂടെ ഇതുമൊക്കെ വരുന്നുണ്ട്. ഞാനും അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ 23 ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നീട് അത് വീണ്ടും പയ്യെ ഉഴപ്പായി. ആ സമയത്ത് എൻ്റെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം ഞാൻ എഴുതി. 14 എക്സാം ഉണ്ട്. ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ 2 കിട്ടി. ബാക്കി വീണ്ടും 12 കിടക്കുക. പക്ഷേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒക്കെ അങ്ങനെ പോയി. പക്ഷേ എന്നിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ അന്നപ്പം വിശ്വാസം എനിക്ക് കുറച്ച് ആയി തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പം 2 എക്സാം വീണ്ടും ഞാൻ എഴുതി. പക്ഷേ ഫെയിൽഡായിപ്പോയി. അന്നപ്പോഴാണ് നമ്മുടെ ജോസഫ് അച്ഛൻ യൂട്യൂബിലൂടെ പറഞ്ഞു, റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാം, ഇപ്പം കൊടുക്കാം, ആ എക്സാം ജയിക്കും. അപ്പം ഞാനതൊട്ടും വിചാരിച്ചില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ കൊടുക്ക്, ചിലപ്പം ജയിക്കും. അച്ഛൻ പറഞ്ഞില്ല, ജോസഫ് അച്ഛൻ ഇങ്ങനെ റീവാലുവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി റീവാലുവേഷന് കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ആ 2 ജയിച്ചു. വീണ്ടും 10 കിടക്കുക. പക്ഷേ അന്നപ്പോൾ 2024 എത്താറാകാറായി. 2023 ടൈമിലാണ് ഈ സമയം നടക്കുന്നത്. 10 എക്സാം. ലാസ്റ്റ് ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇതാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ജയിച്ചോളും പറഞ്ഞ് അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. 10 എക്സാമിന് വേണ്ടി 10 എക്സാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസാണ്. 6-7 ദിവസം രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ രാവിലെ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതി. എനിക്കറിയത്തില്ല ഏതൊക്കെ എക്സാമാണ്. ചിലപ്പോൾ ഒരു എക്സാമിൻ്റെ പേപ്പറിനകത്ത് 4 പേപ്പർ വരെയൊക്കെ ഞാൻ എഴുതുള്ളൂ. കാരണം എനിക്ക് അത്ര എഴുതാൻ പറ്റുള്ളൂ എന്നെയും കൊണ്ട്. ബാക്കിയെല്ലാം എൻ്റെ ഇരിക്കുന്ന കാശിരൂപമുണ്ട്. കാശിരൂപം കൊണ്ട് ഞാൻ അവിടെ നിന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇങ്ങനെ കൊന്തല്ലുകയും അതൊക്കെ ചെയ്യുകയായിരുന്നു. എല്ലാം പേപ്പറിനും 4 പേപ്പർ നോക്കുമ്പം തന്നെ എനിക്കറിയാം ഇത് ഫെയിൽഡായി പോവും ഞാൻ എക്സാം. ഒരു കാര്യം, ടീച്ചേഴ്സ് വരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും എഴുതുന്നുണ്ടോ, ഇനി ഇപ്പോൾ എന്ന് ജയിക്കും, ഇത്ര എക്സാം ഇല്ലേ. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ആകെ അതിനകത്ത് നോക്കുമ്പം തന്നെ ടീച്ചേഴ്സ് നോക്കുമ്പം തന്നെ അറിയാം, ജയിക്കാൻ പാടാ. 4 പേപ്പറിനകത്ത് എഴുതിയിട്ട് എന്ത് മാർക്ക് കിട്ടാനാണ്? 10-60 മാർക്ക് കിട്ടണം, എങ്കിലേ ജയിക്കുകയുള്ളൂ. പക്ഷെ ഞാൻ കാശിരൂപം ഇരുന്ന് ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ റബ്ബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് വരച്ച് ഇങ്ങനെ കൊന്തയും ചൊല്ലി ഒക്കെ ഇരിക്കുമായിരുന്നു. അവസാനം അതുപോലെ തന്നെ ഒരു എക്സാം എനിക്ക് അറിയത്ത് പോലുമില്ല. ആ എക്സാം ഡേറ്റ് വന്നു. പക്ഷേ ഞാൻ ആ എക്സാം എഴുതാൻ പോലും അന്നത്തെ ദിവസമാണെന്ന് പോലും അറിയാതെ പെട്ടെന്നൊരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് എന്നാ എക്സാം? ഞാൻ പറഞ്ഞു, അമ്മ എനിക്കിന്ന് 11:30 തോന്നുന്നു. അപ്പോൾ ഇന്നാണോ ആ എക്സാം ഡേറ്റ്? പക്ഷേ ഞാൻ ഉടനെ തന്നെ അവിടെ കോളേജിൽ പോയി ആ എക്സാം എഴുതി. ഇത് പഠിക്കാത്ത എക്സാമാണ്. ആ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. ഇത് പറഞ്ഞു. അങ്ങനെ ഒരു 2 മാസം കാലാവധി കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫുൾ പാസ്. 10 എക്സാമും ഞാൻ ഫുൾ പാസ്സായി ജയിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സാം ഉണ്ട്. ഒരു UK ബേസ്ഡ് കമ്പനി, UK-യുടെ ഒരു എക്സാം ആയിരുന്നു. ആ എക്സാം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് ആ എക്സാമിന്. അത് ഒരു എക്സാം എഴുതണമെങ്കിൽ. കാരണം ആദ്യത്തെ എക്സാം എഴുതി അതിന് 3 തിയറി പേപ്പറാണ്. അപ്പം 2 പേപ്പർ എനിക്ക് കിട്ടി. ഒരു പേപ്പർ ഞാൻ ഫെയിൽഡായി പോയി. അത് 1 മാർക്കിനാണ് ഞാൻ ഫെയിൽഡായി പോയത്. അതും ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു. ഞാൻ അവിടെ ചെന്ന് കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാശിരൂപവും ഉപ്പും ഇതല്ല. എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ ഉപ്പ് ഒന്നെങ്കിൽ വെളിയിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ എക്സാം സെൻറ്ററിൻ്റെ അകത്തോ ഒക്കെ ഇടും. ഈ എക്സാമിന് ആദ്യത്തെ പോയി എക്സാം എഴുതി 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. എനിക്ക് 70% വേണം, അതിനകത്ത് 2 മാർക്കിന് ഞാൻ തോറ്റുപോയി. വീണ്ടും ആ എക്സാം എഴുതാൻ വേണ്ടി കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനെയും കണ്ട് പറഞ്ഞിട്ട് പോയി, മാതാവ് എനിക്ക് കിട്ടണം, എന്നെ മാതാവിൻ്റെ അപേക്ഷ പോലെ ഇരിക്കും,
പറഞ്ഞ എല്ലാം ഞാൻ അവിടെ ചെന്നു, എക്സാം എഴുതിയപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടാബേലായിരുന്നു ചെയ്യേണ്ടത് എക്സാം. അവിടെ ചെന്നു, ലിഫ്റ്റേ വരെ ഞാൻ തൈലം എടുത്ത് തേക്കുമായിരുന്നു. എല്ലാ കൂടെ ഉള്ളവരും ചോദിക്കും എന്തുവാണ് നീ കാണിക്കുന്നത്, തൈലം ഒക്കെ. ഞാൻ പറഞ്ഞ ദേഹത്ത് ഞാൻ തലയിലും ദേഹത്തും എല്ലാം തേച്ചിട്ട്, ഞാൻ കണ്ണെല്ലാം തേച്ചിട്ടാണ് ലിഫ്റ്റേ വരെ തൈലം തേച്ചിട്ട്, മാതാവേ ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഞാൻ പറയും. അവിടെ ചെന്ന് കയറി ഞാൻ എക്സാം എഴുതി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 30 മാർക്കൊക്കെ ഉള്ളായിരിക്കും. എനിക്ക് 56 മാർക്ക് വേണം ജയിക്കാൻ. പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 മാർക്കേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ആളെയാ റിസൾട്ട് വന്നു, നീ പാസ്സായി, ഞാൻ 2 മാർക്കിനെ നീ ജയിച്ചതെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്, സാക്ഷ്യം തന്നെയാണ്. അതുപോലെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനല്ല, പള്ളിയിലും ഇവിടെയൊക്കെ പോവുമായിരുന്നു. പക്ഷേ അത്യാവശ്യം അങ്ങനെ. പക്ഷേ കൃപാസനത്തിൽ വന്നതോടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനും ഇതൊക്കെയായി. അതിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് തന്നെ വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ചേച്ചിയുടെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ടായി UK-ൽ. ആ ചേച്ചിക്ക് ജോലി ഇല്ലാതെ വന്നു. അവിടെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പം അതും നടന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം 7 വർഷമായി. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, ഞാനും അമ്മയും എല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ ഒരു ദിവസം പോയി അവിടെ പോയി ഉപ്പിട്ടതിൻ്റെ 2ാമത്തെ ദിവസം ആ സ്ഥലം വിറ്റുപോകുകയും ചെയ്തു. അതൊരു വലിയ സാക്ഷ്യം. ഒത്തിരി അനുഭവങ്ങൾ കൃപാസനത്തിൽ വന്നതോടെ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് പത്രം, എൻ്റെ ഈ കൃപാസനത്തിൻ്റെ പത്രം ഒരു ദിവസം വീട്ടിന് റിനോവേഷൻ സമയത്ത് കാണാതെ പോയി. ഞാൻ വീട്ടിലില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പത്രം എടുത്തപ്പം പത്രം കാണുന്നില്ല, ഉടമ്പടി പത്രം കാണുന്നില്ല. ഈ ഉടമ്പടി പത്രം അപ്പം ഞാൻ തപ്പി, വീട് മൊത്തം തപ്പി, ഒരു വഴിയില്ല. അവസാനം അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ ചെയ്യും, ഇത് എവിടെ പോയി അറിയത്തില്ല. ഇനി വേസ്റ്റ് വന്നപ്പം ഞങ്ങളവിടെ ഒരു ഇടത്ത് കൊണ്ടുവന്ന് കളയുകയും ചെയ്തു. ആ കളയാൻ കൊണ്ടുപോയി വേറെ 2 ചേട്ടന്മാരാണ്, അവരെ എടുത്തുകൊണ്ട് ഇതും കൂടി കൊണ്ടുപോയി കളയുകയും ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ, അമ്മയും ഞാനും അന്ന് വൈകിട്ടിരുന്ന് പ്രാർത്ഥിച്ച് ഒരു വഴിയില്ല, സങ്കടപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഉടമ്പടി പത്രമാണ്, ഇനിയും കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇനി വീണ്ടും വന്ന് ആദ്യമായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് വരേണ്ടി വരും. അവിടെ ചെന്ന് അതുപോലെ അന്ന് രാത്രി അമ്മ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയുടെ മനസ്സിൽ മഴവില്ലൊക്കെ കാണിക്കുകയും എടാ ഇതിങ്ങനെ അമ്മയുടെ മനസ്സിൽ കാണിച്ച് ഏതൊരു തോട്ടം സ്ഥലം എന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു, എടാ എൻ്റെ സംശയമുണ്ട്, അവിടെ മാതാവ് ഇങ്ങനെ രാത്രി കാണിക്കുന്നു, മനസ്സിൽ വന്ന് കാണിച്ചു, അവിടെ ഈ തോട്ടത്തിൽ നിൻ്റെ കാശീരൂപവും ഈ പത്രവും ഇതെല്ലാം അവിടെ കിടപ്പുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു. അതൊരു ഈ പന്നിയും ഇതൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് രാവിലെ ഞാനും അമ്മയും കൂടി നടന്ന് അങ്ങ് അവിടെ ചെന്ന് നോക്കിയപ്പം മഴയൊക്കെ പെയ്ത് ഈ പത്രത്തിനൊന്നും പറ്റിയില്ല, കാശിരൂപവും പോയില്ല, ഈ പത്രത്തിൻ്റെ സൈഡ് മാത്രം പോയുള്ളൂ. അത് ഒരു നനയാതെ ഈ പത്രത്തിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അതെനിക്ക് ഏറ്റവും വലിയ വിശ്വാസമായിപ്പോയി. കൃപാസനത്തെ അമ്മയോട് ഞാൻ വന്ന് അപേക്ഷ പ്രാർത്ഥിച്ചതാണ്. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും ആശുപത്രികളിൽ, അതുപോലെ പത്രം കൊടുക്കും. പത്രം ഞാൻ ആശുപത്രികളിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഡെലിവറി ബോയ് ആയിട്ട് ഓടുമായിരുന്നു. ഡെലിവറിക്ക് പോകുമ്പം ഡെലിവറി സാധനം കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഓരോ പത്രവും കൂടി ഓരോരുത്തർക്ക് കൊടുക്കും. ചിലവർ വേണ്ടാന്ന് പറയും, ചിലവർ വേണമെന്ന് പറയും, ചിലവർ നമ്മളെ കളിയാക്കും. അതൊന്നും എനിക്ക് സാരമില്ല. എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ മാതാവായ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വന്നത് ആത്മീയ ജീവിതം എനിക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ വേദപുസ്തകമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ വേദപുസ്തകം നല്ല വൃത്തിയായി അത് മനസ്സിലാക്കി വായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഭയങ്കരമായിട്ട് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടും. അതൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. ദേഷ്യപ്പെടുന്നതൊക്കെ സൈലൻ്റ് ആയിപ്പോയി. അതുപോലെ ഞാൻ ആര് സഹായം ചോദിച്ചാലും, സാമ്പത്തികമായാലും ആര് സഹായം എന്നോട് ചോദിച്ചാലും ഞാനത് ചെയ്തു കൊടുക്കും. ഇപ്പം പണ്ടൊക്കെ ഞാൻ നോ പറയുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ എസ് എന്നാ പറയുള്ളൂ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആർക്കും എപ്പം വിളിച്ചാലും ഞാൻ റെഡിയായിട്ട് കൊടുക്കും. അതൊക്കെ എനിക്ക് ഒരു ദൈവത്തിനോടും അല്ലെങ്കിൽ ആ മാതാവിനോടും ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൃപാസനത്തിനെ ആരും തള്ളിപ്പറയരുത്. തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ചേച്ചിയും. പക്ഷേ ഞങ്ങൾ അമ്മയോട് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. അമ്മയോടും
കൃപാസന അമ്മയോടും എല്ലാം നന്ദി അറിയിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷി ആകുവാനായിട്ട് എന്നെ എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. ഇതെൻ്റെ മോന്, ഇതെൻ്റെ ബ്രദറ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2024 മെയ് 1 ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 21/11/2019 ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം ഉടമ്പടി വന്ന് ഇവിടെ എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ, പല സംബന്ധമായ കേസ്, അങ്ങനെ ഓരോരോ പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതൊന്ന് ഞാൻ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് നോക്കിയപ്പം എനിക്ക് ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. ഞാൻ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ മാതാവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയും ഞാൻ അന്നേരം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോവുകയായിരുന്നു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതിനകത്ത് ഒത്തിരി ആയുള്ളതാണ്. ഇനിയിപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. ഇതെൻ്റെ ഏക ഒരു ബ്രദറാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 13 പെൺപിള്ളേർ കൂടെ ഉള്ള ഏക ഒരു ബ്രദറാണ് ഇവന് കല്യാണം കഴിഞ്ഞ് 2007 ഇവൻ കുമ്പസാരിച്ചിട്ടുള്ള 18 വർഷമായിട്ട് ഇവൻ കുമ്പസാരിക്കുകയോ പള്ളിയിൽ പോവുകയോ ഉള്ളിൽ ചിലപ്പം പ്രാർത്ഥന ഉണ്ടെന്നായിരിക്കും. പക്ഷേ ഞങ്ങളൊന്നും ആയിട്ട് ഇവനാ ഭയങ്കരമായിട്ട് മദ്യം ഉപയോഗിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദിവസം 4 കുപ്പിയോളം. അതൊക്കെ അവൻ ഇനിയും പറഞ്ഞോളും. അവൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇവന് കഴിഞ്ഞ വർഷം ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇവൻ്റെ കാല് ഒരു വലിയൊരു മുറിവുണ്ടായി. ആ മുറിവ് വല്ലാതെ പഴുത്ത് വ്രണമായി. കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ അവിടുന്ന് അവരവിടെ മുറിക്കാൻ ചെന്നു. പക്ഷേ ഞാനിത് വിവരം അറിഞ്ഞു. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേടിയായി പോയി. കാരണം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു അവൻ്റെ കാല് മുറിച്ച് കളയുമോ എന്നുള്ളൊരു പേടി കണ്ടപ്പോൾ ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്കവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ പറഞ്ഞു, മാതാവേ, എൻ്റെ ഈ കുഞ്ഞിനെ അമ്മ മാതാവിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പും തൈലവും തേനുമൊക്കെ ഉണ്ട്. ഞാനതെടുത്ത് ഇവൻ കറച്ചിയോടെ ഭയങ്കര ബഹളം അവിടെ കിടന്നു. അപ്പം ഞാനിവൻ്റെ കാലയിൽ ഇവനറിയാതെ അത് തേച്ച് വെച്ച് അവൻ എന്നാ ചെയ്യേണ്ടതെന്നറിയാം. ഭ്രാന്തന്മാർ കാണിക്കുന്ന പോലാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനത് തേച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പത്രം ഉണ്ടായിരുന്നു ഇവൻ്റെ തലവണയ്ക്ക് അടിയിൽ ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം എല്ലാം പ്രാവശ്യം അന്ന് രാത്രി ഇവൻ നന്നായി കിടന്നുറങ്ങിയെന്നാണ് അടുത്തുള്ള കട്ടിലേ കിടന്നവരെല്ലാം പറഞ്ഞു. പിന്നെ ഇവനെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇവൻ മാതാവിൻ്റെ ഒരു മകനായിട്ട് തിരിച്ചു വന്നാൽ അമ്മയുടെ ഈ തിരുസന്നി ഞാൻ ഇവനെ കൊണ്ടുവരും. അതിനുള്ളൊരവസരം എനിക്ക് ഇന്നൊരുക്കി തന്നെൻ്റെ മാതാവ്. അവൻ്റെ കാല് മുറിച്ച് കളയേണ്ട വന്നില്ല. അവിടുന്ന് തിരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവനെ ഞങ്ങൾ 1 വർഷമായിട്ട് ശുശ്രൂഷിച്ച് ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ട് യാതൊരുവിധ ഇതും അവനില്ലായിരുന്നു. ആരുമായിട്ട് കണക്റ്റോ ഒന്നുമില്ല. പക്ഷേ അവൻ ഞങ്ങളുടെ കൂടെ വന്ന് ഇന്ന് ഇപ്പം മാതാവിൻ്റെ നല്ലൊരു മകനാണ്. ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇവനിങ്ങനെ വന്നതെന്നുള്ള. അത്രയും ഒരു പാപമായ ജീവിതത്തിലേക്ക് പോയ ഒരാളാണ്. ഇനി ബാക്കിയൊക്കെ അവൻ പറയും. പിന്നെ എൻ്റെ സിസ്റ്ററമ്മ പറഞ്ഞായിരുന്നു, എൻ്റെ മോടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി UK ഞാൻ പ്രാർത്ഥിച്ച് അത് കിട്ടി. ഞാൻ പറയണ്ട, അവർ വന്നിട്ട് അവരിനി സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാവരുടെ വരും. അന്നേരം അത് പറയാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും രക്ഷിതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് വന്ന് രണ്ട് എനിക്ക് തരുന്നതിനേക്കാളും കൂടുതൽ 2ഉം 3ഉം കിട്ടും. വീണ്ടും ഞാൻ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്കൊരു മടിയില്ല എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. ഞാൻ കൂടുതലും കൊടുക്കുന്ന ഹോസ്പിറ്റലിലാണ്. പറഞ്ഞു കൊടുക്കും, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കാൻ പൈസ കൊടുക്കാണ്ട് സാമ്പത്തികമായിട്ട് ആര് വന്ന് ചോദിച്ചാലും എനിക്കും ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കില്ല. ഇപ്പം എല്ലാവരും ആരെന്നോടും എന്നാ പ്രശ്നം വന്ന് പറഞ്ഞാലും ഒരു പുഞ്ചിരിയോടുകൂടി അവരോട് ചോദിക്കാൻ അവർക്കൊരു സാന്ത്വനമായിട്ട് എനിക്ക് അവരിൽ പ്രവർത്തിക്കാൻ തക്കണം കാര്യം. അതുകൊണ്ട് ധാരാളം ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറും കാര്യങ്ങൾ. ഞാൻ ഒത്തിരി ആൾക്കാരെ ഇവിടെ വിട്ടിട്ടുണ്ട്. മോനിപ്പം സാക്ഷ്യം പറഞ്ഞു, അതിന് ഞാനും എഴുതി വെച്ചതാണ്. അവന് 2 മാർക്ക് കിട്ടി മാതാവേ തരണമെന്ന്. അതുപോലെ തന്നെ മാതാവ് അവനെ ജയിപ്പിച്ചു തന്നു. 2 മാർക്ക് കൊടുത്ത് ജയിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങൾക്ക് ഇവിടെ വന്ന് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം എനിക്ക് തന്നു. പിന്നെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ കൊന്തയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ട് കൊന്തയൊക്കെ ചൊല്ലും, ബൈബിള് വായിക്കും. അതുപോലെ തന്നെ ഞാൻ സൺഡേ സ്കൂളിൻ്റെ അധ്യാപികയാണ്. 16 വർഷമായിട്ട് അതിരിക്കുന്നു. സമാജത്തിൽ പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ മക്കളെ അതിനോട് ചേർത്ത്
ചേർത്ത് നിർത്തിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 കോടി വന്നു. ഇനിയല്ല, എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിനും എൻ്റെ മാതാവിനെ വിട്ട് ഞാൻ പോകില്ല. മാതാവിനെ ഉറപ്പിച്ച് ഞാൻ കൈ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91, 11, 12 വചനമാണിത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമ്മളെ ദൂതന്മാർ നമ്മളെ കൂടെ അയക്കുന്ന, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ് നമുക്കുള്ളത്. നമ്മുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലുണ്ട്. എപ്പോഴും വീഴാതിരിക്കാൻ ദൈവം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെ ചുമക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും കഷ്ടതകളും ആ സമയത്താണ് നമ്മൾ ഈശോയുടെയും അമ്മയുടെ അരികിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഈ മകൾ, ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. ഈശോയും അമ്മയും കണിഞ്ഞൊരുക്കിയ ഒരു അനുഗ്രഹമാണ് ഈ മകളുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഇത് 2ാമത്തെ സാക്ഷ്യമാണെന്ന് പറഞ്ഞത്. ഈ മകളുടെ ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വന്തം സഹോദരന് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത്. ഇത് 2ാമത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം വാരിക്കോരി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഹൃദയം തുറന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഏറ്റെടുക്കുന്നതാണ്. ഓരോ വഴികളിലും കഷ്ടതകളിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമുക്ക് പുത്തൻ വഴികൾ ഒരുക്കി തരുന്നതായിട്ടാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ കാവൽക്കാരാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ അമ്മയുടെ വഴിയിലൂടെയാണ് നമ്മളെ നയിക്കുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതിനോടൊപ്പം മകൻ അനിലിന് ലഭിച്ച അനുഗ്രഹങ്ങളാണ്. മോന് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി നല്ലതായിട്ട് ഉള്ളൊരു അഭിപ്രായമില്ലായിരുന്നു. പിന്നീട് മകൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ നിമിഷങ്ങളിലാണ് ഈ മകനും അമ്മയുടെ ഒപ്പം ഈ കൃപാസനത്തിലെത്തിയത്. അമ്മയാണ് ഈ മകനും കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തതും ആ വിശ്വാസം വർദ്ധിക്കാൻ അമ്മയൊരു കാരണമായി തീരുമായിരുന്നു. ആദ്യം പക്കെ വിസമ്മതിച്ചെങ്കിലും പിന്നീട് മകന് അമ്മയുടെ വാക്കുകളനുസരിച്ച് ഈ അമ്മയുടെ സന്നിധിയിൽ കൃപാസന അമ്മയുടെ അരികിലെത്തി പ്രാർത്ഥിച്ചു. ഉടമ്പടിയിൽ ആദ്യമൊക്കെ അധികം താല്പര്യമില്ലായിരുന്നു, വിശ്വാസക്കുറവ് കാരണമാവാം. എങ്കിലും ഈ മകൻ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പിന്നീട് തൻ്റെ മെറിറ്റിലാവാതായപ്പോഴാണ് പരീക്ഷ എഴുതാനായിട്ട് 3ാമത്തെ അറ്റംപ്റ്റിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് ഇവിടെ വന്ന് മുട്ടുകുത്തിയത്. അന്ന് മുതലാണ് ഈ മകൻ്റെ വലിയൊരു അച്ഛൻ്റെ കൈവപ്പ് വഴിയാണ്, അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ടതാണ്, ജോസഫ് അച്ഛൻ കണ്ടതാണ്. ആ അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളിൽ കൂടിയാണ് ഈ അനുഗ്രഹം ഈ മകന് കെടുത്തത്. അതിൽ ശേഷം ഈ മകൻ എക്സാം എഴുതിയത് പ്രയറല്ലാത്ത ഒരു സബ്ജക്റ്റ് പോലും ആ മകനെ എഴുതേണ്ടി വന്നു. എന്നിട്ടും അവിടെയും ഈശോയും അമ്മയും ഒരു നല്ലൊരു വിജയമാണ് ഈ മകന് കൊടുത്തത്. പിന്നീടുണ്ടായിരുന്നത് മകൻ്റെ വേറൊരു എക്സാമായിരുന്നു, IIT വെൽഡിംഗ് ഇൻസ്പെക്ഷൻ ഫോർ UK എക്സാം ആയിരുന്നു. അത് ഈ മകൻ 2 മാർക്കാണ് ചോദിച്ചത്. അതുപോലെ തന്നെ 2 മാർക്ക് കൊടുത്താണ് ഈ മകനെ വിജയിപ്പിച്ചത്. ഈ മകൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം നമ്മൾ കണ്ണുനീരോടെ ഈശോയുടെ അമ്മയുടെ അരികിലേക്ക് എത്തുമ്പോൾ ഈശോയുടെ കൃപ ചൊരിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാം കാണുന്നത്. 9 വർഷമുണ്ടായിരുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു കേസായിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ഉടനെ ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നതായിട്ട് കണ്ടത്. ആ കേസ് ക്ലിയറാക്കി ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി കൊടുത്തു. ഉടമ്പടി പത്രം നഷ്ടപ്പെട്ടപ്പോൾ ഈ മക്കൾ ഒത്തിരി സങ്കടപ്പെട്ടു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ സാന്നിധ്യം ഒരു സ്വപ്നത്തിൽ കൂടി അമ്മ കാണിച്ചു കൊടുത്തത്. പത്രം എവിടെയോ ഏതോ ഒരു തോട്ടത്തിൽ കിടക്കുന്നതായിട്ട് ഒരു ദർശനവും പിന്നെ അമ്മയുടെ ഒരു മഴവില്ലുമാണ് ഈ മകൾ കണ്ടത്. പിന്നീട് പിറ്റേ ദിവസം നല്ലൊരു മഴയുള്ള ദിവസമാണ്. അമ്മ ആ പേപ്പർ നല്ലപോലെ സംരക്ഷിച്ച് വരണം. ഇത് കണ്ടപ്പോൾ തന്നെ ആ മകൻ ഒത്തിരി വിശ്വാസമായി. അമ്മ കൂടെയുണ്ട്, അമ്മ നമ്മുടെ ഓരോ കാര്യത്തിലും അമ്മ ശ്രദ്ധാലുവാണ്, നമ്മളെ കൈവിടാത്ത ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തണമേ എന്നായിരുന്നു ഇവരുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഇന്നിവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ സന്നിധിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെയാണ് ഈ അമ്മയും മകനും
കൂടെ ഈ ചേച്ചിയുടെ സഹോദരനുമായിട്ട് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഏത് പ്രതിസന്ധികളായാലും നമ്മൾ ഈശോയിലും അമ്മയിലും നമ്മൾ വിശ്വാസം സമർപ്പിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം ആത്മാർത്ഥമായിട്ട് നയിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലും പുത്തൻ വഴികൾ ഈശോയും അമ്മയും ചേർന്ന് ഒരുക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.